ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് നോക്കൂ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റി നമ്മളങ്ങനെ ഉലുമിച്ച് എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോവാണ്. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 10-12,000 കിലോമീറ്റർ മേളിൽ നമ്മളിവിടെ ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് സായിപ്പുണ്ടല്ലോ, പുള്ളി ഭയങ്കര സ്പ്ലിറ്റിംഗ് ആയിട്ട്, അതായത് പുള്ളി ഒറ്റയ്ക്ക് എല്ലാ സ്ഥലത്തോട്ടും അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് അങ്ങനെ തന്നെ പോയി പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്ന് എല്ലാവരും ജോഷിയൊക്കെ കൂടി പറഞ്ഞു, അതായത് അങ്ങനെ പറ്റൂല, ഒന്നേ ഗ്രൂപ്പ് ഒരുമിച്ച് പോകണം, കാരണം ഗൈഡ് ഷെയറിലേക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ് നോക്കും, അങ്ങനെ ഒരുമാതിരി തോന്നിവാസ സ്വഭാവം കേട്ടോ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് പുള്ളിക്ക് എല്ലാവരും കാണണം, പൈസ മുടക്കാൻ പറ്റൂല, എങ്കിൽ നല്ല സ്ഥലത്ത് നിൽക്കണം, അങ്ങനെയൊക്കെയാണ്. ആ പുള്ളിക്കാരിയും ഭയങ്കര ഇതാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ നേരെ ഉലുമിച്ചിലേക്ക് പോവാണ്. അവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടെന്നാണ് മിസ്റ്റർ ഷെയർലി പറഞ്ഞത്. നമുക്ക് നേരെ ഉലുമിച്ചിക്ക് പോകാം. നമ്മുടെ വണ്ടി ഇന്നലെ പാർക്ക് ചെയ്ത ആ സെയിം സ്ഥലത്താണ്. അപ്പോൾ ഗൈസ് നോക്കൂ, ഒരു ദുബായിയുടെ ഒക്കെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ദുബായിയുടെ ഒക്കെ നമ്മൾ എവിടെയൊക്കെയോ കണ്ട ഒരു ഫീലിംഗ്, ആ ഒരു സെറ്റപ്പാണ് സ്ഥലങ്ങൾ. ഗൈസ് ഇവിടെയുള്ള ചൈനീസും അതുപോലെ തന്നെ അറബി ലെറ്ററും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം റെഡിയായി വരുന്നു. ഞങ്ങളുടെ വണ്ടിയും റെഡിയായി. ലിബി ഉള്ളിൽ കയറി. നമ്മളിനിയിപ്പം അപ്രോക്സിമേറ്റ് സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ ഏറ്റവും കുറച്ച് കിലോമീറ്റർ ഓടുന്ന ദിവസം ഇന്നാണ്. ഐറ്റിനറിയിൽ അങ്ങനെയാണ്. അതായത് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 200 കിലോമീറ്ററോ 2 മണിക്കൂർ അത്ര മറ്റങ്ങാനും മതി. എന്നാലും പിന്നെ നിനക്ക് അത്രങ്ങാനും ഉള്ളൂ. ഷെയർലി കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. നീ ഷൂ ആണ് ഇടുന്നത്. പിന്നെ എല്ലാം എടുത്ത് കളയുന്നത് അല്ല, ഞാൻ ആവേശത്തിന് ബേഷിക്കാരൻ തുടങ്ങിയതാ. ജോഷി പറഞ്ഞ നന്നായിടാ, നന്നായി അല്ലേ? ഒരു ഇച്ചിരി സ്ക്രൂ ഇട്ട് കൊടുത്താ നന്നായിട്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഭയങ്കര ഇതാണ്. അതായത് പുള്ളിക്ക് ഇപ്പം പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് പിന്നെ പല സ്ഥലങ്ങളും പറ്റൂല, പൈസയും മുടക്കാൻ പറ്റൂല. എന്നിട്ട് എല്ലാം ഓക്കെ പറയേണ്ട ഒരു ക്യാമറ സൈറ്റിലേക്കില്ലേ, ക്യാമറ സൈറ്റിൽ ചെന്നതിന് ശേഷം പുള്ളിക്കാരി പറയും ഇത് പറ്റൂല എന്ന് പറയുമ്പോൾ അപ്പടെ പുള്ളി തീരുമാനം മാറ്റുവേ. അങ്ങനെയൊക്കെ ഭയങ്കര സർക്കസുകളായിരുന്നു. ലാസ്റ്റ് എല്ലാവരും കൂടി പറഞ്ഞു അങ്ങനെ നടക്കൂല, ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു. കാരണം ചില സ്ഥലത്തൊന്നും അവർ പറയും അവർക്കത് പറ്റൂല, ചില സ്ഥലത്തെല്ലാം പറയും ഇവർക്ക് ഇത് പറ്റൂല. ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടികൾ. ഇന്നലെ തന്നെ കണ്ടില്ലായിരുന്നു, നല്ല മനോഹരം ബ്യൂട്ടിഫുൾ ആയ സ്ഥലമായിരുന്നു. സത്യം എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി അവിടെ അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ. ടർപ്പാൻ എന്ന് പറഞ്ഞ ഈ കാണുന്ന അതിമനോഹരമായ ടൗണിൽ നിന്നുമാണ് നമ്മളിനി ഉലുമിച്ചി എന്ന് പറഞ്ഞ ഒരു വലിയ ടൗൺ കേട്ടോ. അതായത് കസാക്കിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന ഒരു വലിയ ടൗണാണ് ഈ ഉലുമിച്ചി. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോണേ. ഈ കാണുന്ന ടാക്സി ഡ്രൈവർ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്നലെ ചോദിച്ചായിരുന്നു ഇവർക്ക് ഒരു ദിവസം എത്ര ഏൺ ചെയ്യുന്നത്. 360 രൂപ, 360 ചൈനീസ് മണിയാണ് ഒരു ദിവസം ഇവർ ഏൺ ചെയ്യുന്നത്. അതിഭീകരമായ ടൗൺ ഗൈസ്. എന്തായാലും 2 മണിക്കൂർ കൊണ്ട് ഒരുമിച്ച് എത്തും. അവിടെയാണ് ബാക്കി പരിപാടി. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ ടോളും സംഭവം. ഹൗ മച്ച് ടോൾ ടുഡേ? $70 or 17? 70 7 രൂപ ഇന്ന് ടോളാട്ടോ. ടൗണുകളൊക്കെ ഉണ്ടല്ലോ വമ്പൻ സെറ്റപ്പായിട്ടോ ഇത് സെറ്റപ്പ് ചെയ്തിട്ടാണ്. കാരണം പ്രത്യേകിച്ച് മരങ്ങളൊക്കെ പറ്റി പിടിപ്പിച്ച് വമ്പൻ പച്ചപ്പും വേറൊരു തലവാട്ടോ അല്ലടാ ലിബിയ. They take a loan and they took a loan to fix this road. Yeah. And then they take a charge toll free. But it's already paid. Yes. അതായത് ഇത് കുറെ ആയ റോഡാണ്, ടോള് കുറെ കിട്ടി മടുത്തു, അന്നപ്പോ ഇതിന് ടോൾ ഇല്ലാതെ കൊടുത്തത്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ അടുത്ത പ്രോവിൻസിലേക്ക് യാത്ര ചെയ്യുവാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ടോള് കഴിഞ്ഞായിരുന്നു. ഇവിടെ ഓരോ സംസ്ഥാനത്തും ഓരോ റൂളാണ്. അപ്പം ഈ റോഡിന് ടോള് കിട്ടി അവർ മടുത്ത് ലാഭത്തിൻ്റെ മേളിൽ ലാഭം, പലിശ, കൂട്ടുപലിശ അതൊക്കെ കിട്ടി മടുത്ത് ലാസ്റ്റ് അവർക്ക് തന്നെ നാണം വന്നപ്പോൾ നിർത്തി പോലും. അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തേക്ക് വന്നു. ക്യാമറ വെച്ചിട്ടുണ്ട്, അതിനുള്ള കിട്ടും അല്ലേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ നേരെ ഉംലിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. ഷെയർലി ഇന്ന് വളരെ ഡൗൺ ആണ്. ഷെയർലിയുടെ കുറച്ച് പൈസ രാവിലെ പോയി, അവള് പൈസ ചേഞ്ചിങ്ങിന് പോയതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യത്തെ ടോൾ കിട്ടി കേട്ടോ. അതായത് വലിയൊരു ടോൾ സ്റ്റേഷനാണ്, പക്ഷെ വാഹനങ്ങൾ കുറവാണ്. നമ്മളവിടുത്തെ പോലെ ഒന്നും ടോളിലൊന്നും ഈ പറഞ്ഞ പോലെ കൺജസ്റ്റഡ് ഒന്നുമില്ല കേട്ടോ. കാരണം അത്രയ്ക്കും വെഹിക്കിളില്ല. ഗായ്സ് ഫൈനലി അതിൻ്റെ ഉള്ളിൽ ഒരു കിളിക്കുഞ്ഞിരിപ്പുണ്ട്. ആ കിളിക്കുഞ്ഞ് എത്തി വലിഞ്ഞ് നോക്കട്ടെ എന്താണ്. ഗൈസ് എന്താണെന്നുള്ളത് കേട്ടോ. നമ്മുടെ നമ്പർ പ്ലേറ്റ് കാണിക്കണം. പുള്ളിക്കാരി കൈ ചൂണ്ടിക്കാണിച്ചു കേട്ടോ. ഓ വാട്ട് യു സേയിങ് ഷെർലി? ഓ അതായത്
വളരെ ക്ഷമയോടുകൂടി നിൽക്കുക. നിന്നിട്ടില്ലല്ലോ പേഷ്യന്റ് എന്ന് പറയാൻ. അതല്ലടാ, വളരെ ക്ഷമയോടെ നിൽക്കുക. അങ്ങനെ കൂണ് മുളച്ച് നിൽക്കുന്ന പോലെ കേട്ടോ ഇവിടെ കാറ്റാടിപ്പാടം. എന്തോ കാറ്റാടി പോലെ വന്നു നോക്കിയാൽ അത് സത്യമായിട്ട് ഒരെണ്ണം കറങ്ങുന്നില്ല ദൈവാനുഗ്രഹം കൊണ്ട്. എന്തോരാന്ന് നോക്കിയാൽ 1 2 ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇഷ്ടം പോലെ കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ചൈനയിൽ ഈ കാണുന്ന കാറ്റാടിപ്പാടം. അടുത്ത പോസ്റ്റ് എത്തി കേട്ടോ. പോസ്റ്റ് എൻട്രിയാണ്, എൻട്രി ആയിട്ട് വേണം അടുത്ത ടൗൺ. എനിക്കൊന്നും ജില്ല കഴിഞ്ഞാൽ വണ്ടികൾ തൂക്കിക്കുക, പിന്നെ അതേപോലുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ. എൻട്രി ഉണ്ട് കേട്ടോ. എല്ലാ പാസ്പോർട്ടും ഫോട്ടോയും പരിപാടിയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ. പോലീസ് പോസ്റ്റ് അതുകൊണ്ട് പാസ്പോർട്ട് എൻട്രി ചെയ്യണം. ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും. പോലീസാണ് എന്നെ ഫ്രണ്ട്ലി ആണെന്നറിയാമോ. ഭയങ്കര കോമൺ മൈൻഡ് ഉള്ളവരാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം നേരത്തെ മാർട്ടിനോട് എല്ലാവരും പറഞ്ഞൊരു ഹോട്ടൽ ഫിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിയത്. ഇപ്പം മാർട്ടിൻ്റെ ഭാര്യ പറഞ്ഞു ടൗണിൻ്റെ സെൻറ്ററിൽ വേണം, വീണ്ടും ഹോട്ടൽ മാറ്റി അപ്പം അങ്ങോട്ടാക്കും കേട്ടോ. അതായത് അവർക്ക് പൈസ മുടക്കാൻ പറ്റില്ല, അവർക്ക് ഫ്രീ ആയിട്ട് എല്ലാം കിട്ടണം, അത് എല്ലാം സെറ്റപ്പിൽ കിട്ടണം. ലാസ്റ്റ് എല്ലാവരും കൂടെ കൂടി ശരിക്കും പറഞ്ഞു കേട്ടോ, നമ്മൾ ഇന്ത്യക്കാരെല്ലാം കൂടെ കൂടി ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഭയങ്കര ശല്യമായി മാറുന്നത്. കാരണം വെച്ചാൽ ഒരു കാര്യത്തിൽ തീരുമാനം അവർക്ക് അവരുടെ കാര്യം മാത്രം, അങ്ങനെ ചിന്താഗതി മാത്രമല്ല അവർക്ക്. നല്ല പോലെ തന്നെ കോഴിവണ്ടി പോകുന്നത് കേട്ടോ. ഇത് നാടൻ കോഴി. ഇവിടെ ഈ ബ്രോയിലർ കോഴി ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതാണ് ചൈനീസ് കോഴി കേട്ടോ. എൻ്റെ കോഴിവണ്ടി വന്ന് നോക്കിയാൽ ഗൈസ്. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഈ ഒരു റോഡിൽ കൂടിയാണ് പോണത്. ഇത് പിന്നെ 1 2 3 4 8 വരിപ്പാതയുടെ ഒരു സൈഡാണ്. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ബാക്കി വണ്ടികൾ വരുന്നത്. നമ്മൾ നേരെ ഒരു ടണലിൽ കയറി. അവിടെ ഇഷ്ടം പോലെ ടണൽ കേട്ടോ. കാണുന്നതാണ് ചൈനീസ് മാപ്പ് കേട്ടോ. ക്ലിയറും ക്രിസ്റ്റലും അല്ലേ ഗൈസ്. ഭയങ്കര ആക്യുറസിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടയർ പ്രഷർ ഇതിന് അറിയാൻ പറ്റും. പിന്നെ എത്ര കിലോമീറ്റർ ക്യാമറയുണ്ട്, അത് എത്രയാണ്, സിഗ്നല് A to Z. നമ്മുടെ ഡെസ്റ്റിനേഷനായ ഉലുമിച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു ഹോട്ടലാണ് ഷെയറിൽ ബുക്ക് ചെയ്താക്കുന്നത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ നോക്കി ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്രോക്സിമേറ്റ് ഹൗ മച്ച് കിലോമീറ്റർ ഷെയർലി? 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഹൗ മച്ച്? 2 കിലോമീറ്റർ. അതായത് 2 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്. കീട്ടിലും ബിൽഡിങ്ങും മുടിഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ആട്ടോ. വേറെ ലെവല് സ്ഥലങ്ങളാട്ടോ ഓരോ ടൗണും. ഇതേ മേളി വരെ കച്ചവടം. ഫൈനലി നമ്മൾ ഹോട്ടലിൽ എത്തിയല്ലേ ഇവനെ? കാര്യം തുറന്നിരുന്നില്ലല്ലോ. ഇവളുടെ കാർഡ് ഇടണോടാ. ഇവളുടെ കാർഡ് ഇട്ടിട്ട് ഒരു സെക്യൂരിറ്റി ഒന്നും ഇല്ലട്ടോ. ഫുൾ അഡ്വാൻസ് എന്ന് വെച്ചാൽ അഡ്വാൻസിന്റെ അങ്ങേറ്റമല്ലേ. അപ്പൊ യൂറോപ്പൊക്കെ എന്തായിരിക്കും അല്ലേ? അതായത് ഇവളവിടെ ചെന്നിട്ട് കാർഡ് ഇട്ടിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ഗേറ്റ് ഒക്കെ തുറന്നു. ആരുമില്ല. നോക്കണം, ബേക്ക് വണ്ടിയുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ പാർക്കിംഗ് തിരഞ്ഞെടുത്തിട്ടോ. വേസ്റ്റ് നമ്മൾ ഗൈസ്, ഞങ്ങളും വേസ്റ്റ്, ഞങ്ങളുടെ അടുത്തും വേസ്റ്റ്. അതായത് ഇവിടെ എൻട്രി ചെയ്യണം കേട്ടോ. ഇതാണ് ഉലുമിച്ചി എന്ന് പറഞ്ഞ ടൗണ്. ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഗൈസ് നോക്കൂ, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. അതായത് ചൈനയിലെ. നാളെ നമ്മൾ ഇവിടുന്ന് കസാക്കിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യും. അങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ ഇന്ന് ചെയ്തു തീർക്കണം. കാരണം നാളെ ബോർഡർ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് വണ്ടിയിലൊക്കെ കുറേ കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. കാരണം ചെക്കിംഗ് ഉണ്ടാവും, ചൈനയുടെ ചെക്കിംഗ് ഉണ്ടാവും, കസാക്കിസ്ഥാൻ്റെ ചെക്കിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലൗഡ് ചെയ്യില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഇനി എല്ലാം അവളോട് ചോദിക്കണം. ഇത് നോക്കിയേ, ഈ വോക്കോടെ വേണ്ടി ഇറ്റാലിയൻ ബ്രാൻഡ്. ഇവിടെ ഇഷ്ടംപോലെ ഇറ്റാലിയൻ ബ്രാൻഡ് കേട്ടോ. ഇവിടേക്ക് എനിക്ക് വന്ന വൈകുന്നേരം റെസ്റ്റോറൻറ്റ് സംഭവങ്ങളൊക്കെ ഓപ്പൺ ആവുമായിരിക്കും. ഇതിനെക്കുറിച്ച് ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട്. ഇതിവിടെ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഏതാ ബ്രാൻഡ് എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നമ്മുടെ ബലേറ പോലെ നാട്ടിൽ കൊണ്ടുവരാം ലിബിന്നും പറഞ്ഞിട്ട് എല്ലാവരും മേടിക്കുവാണ്. അതെ നോക്കി, ഇത് ഇവിടുത്തെ ബസ് കണ്ടോ, വലിയ കിട്ടിയിലും ബസ്. ഇതെന്തോ ഇവിടുത്തെ സ്പോർട്സ് പിള്ളേരെയും കൊണ്ട് പോകുന്ന ബസ്സാട്ടോ. ഇവിടെ 2 ഹോട്ടലുണ്ട്. ഈ പുള്ളിക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഹോട്ടൽ പറ്റൂല, വേറെ പാർക്കിംഗ് പ്ലേസിൽ പോകണമെന്ന്. പപ്പും ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളപ്പോൾ ഇവിടുത്തെ പാർക്കിങ്ങിൽ ഇടാമല്ലോ. ഏതാ വണ്ടി? ഇതേതോ ചൈനീസ് കമ്പനി കേട്ടോ, ഇലക്ട്രിക്കലാണ്. ഗൈസ് ഞങ്ങളുടെയൊക്കെ ഓരോരോ വണ്ടികൾ ഇവിടെ ഒതുക്കിയിട്ടേക്കുവാണ്. ഭക്ഷണം വെക്കണോട്ടോ ഇന്ന്, കാരണം നല്ല വിശപ്പുണ്ട്. ഞങ്ങളുടെ കുറച്ച് സാധനമുണ്ട്, ഇനി കുറച്ചും കൂടെ മേടിക്കണം. ജോഷിയൊക്കെ ഇവിടെ വണ്ടി ഒതുക്കി. അതെ, ഫുഡിങ്ങും പരിപാടി അവർ തുടങ്ങി. ഈറ്റിംഗ് ഫുഡ് ഓർ മേക്കിംഗ് ഫുഡ്? മേക്കിംഗ്. ഫൈനലി വണ്ടി കൂട്ടി ഞങ്ങൾ നേരെ പോവാണ്. ജോഷിയും ടീമൊക്കെ ഇറങ്ങി. ഇതാണ് അരം പ്ലസ് അരം കിന്നരം. എൻ്റെ പൊന്നെ പോയി കേട്ടോ. നേരത്തെ പോയി. ഭയങ്കര ഈഗോ ആയിട്ടോ ഇവർക്ക്. നേരത്തെ പോയി അവർ 4 പേര്. 2 പേരായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം 4 പേരായിരുന്നപ്പോൾ കുഴപ്പം കണ്ടോ. ഞങ്ങളെ തേടിയാൽ ഞങ്ങളുടെ പെണ്ണെത്തിയതുണ്ടോ? വൈ നോട്ട് അലൗഡ്? നോട്ട് അലൗഡ്. ഊമ്പി മോനെ ഡ്രസ്സ് ചെരുപ്പ് മാറ്റാം. ഇതൊക്കെ നേരത്തെ പറയത്തില്ലായിരുന്നടാ. ഫൈനലി ഷൂ ഇട്ടു കേട്ടോ. ഷൂ ഇല്ലാതെ പരിപാടി നടക്കില്ല. എല്ലാവരും വന്ന് ഷൂ ഇടുവാണ്.
ഷൂ ഇല്ലാതെ എൻട്രി ഇല്ല പോലും. ഷൂ ഇല്ല എൻട്രി ഇല്ല. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി യൂറോപ്പിലേക്ക് വന്നിട്ട് ഷൂ ഇട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ലിപ്പർ ഇട്ട് ഡ്രൈവ് ചെയ്താൽ വലിയ ഫൈൻ കിട്ടും. നോക്കൂ, ഫൈനലി ഈ കാണുന്ന ഹോട്ടൽ. ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ടാക്സിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്രയും പേരുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 പേരുണ്ട്. അപ്പോൾ 2 ടാക്സി വേണം. ഫൈനലി ഒരു ടാക്സി വന്നു. അതിലൊരാൾക്കാർ കയറി. ഞങ്ങൾ അടുത്ത ആൾക്കാർ അടുത്ത ടാക്സി കയറി കേട്ടോ. Next car में आएगा. He is telling 1 kilometer. Yeah, that is good. Bus, please. No. Guys, നോക്കി ഈ ബസ്സിൽ പോകണം ഞങ്ങൾക്ക് ഭയങ്കര പൂതിയായിരുന്നേ. സമ്മതിക്കത്തില്ല. Station. നമുക്കുള്ള ടാക്സി വന്നു കേട്ടോ. ഇതിലാണ് കയറേണ്ടത്. നടുക്കായിരിക്കുമല്ലോ ഇവനെ. എനിക്ക് ഛർദ്ദിക്കും. എനിക്ക് വീഡിയോ പിടിക്കണ്ടേടാ കുട്ടാ. നീ എല്ലാം അതിന് അഡ്ജസ്റ്റ് ചെയ്യടാ കുട്ടാ. രാജേഷ് സാർ, യു സൈഡ് സീറ്റ് പ്ലീസ്. ഇതാകുമ്പോണ്ടല്ലോ AC എന്ന് പറഞ്ഞ സാധനം ഇവരുടെ വണ്ടിക്കില്ല കേട്ടോ. ടാക്സികൾക്കല്ല ഇതേപോലെ മറവുകളുണ്ടാവും. പിന്നെ ക്യാമറ ഉണ്ടാവും. ക്യാമറ സാർ, യു സീ ഗുഡ് പീപ്പിൾ കമ്മിങ് വൺസ് ബട്ട് നോ ഇന്ത്യൻ യൂബർ നോ ക്യാമറ. ഫൈനലി ഞങ്ങൾ നിന്ന സ്ഥലത്ത് നേരെ പോവാണ്. കീട്ടിലും ബിൽഡിങ്ങുകളാട്ടോ. ഓരോ ബസ്സുകൾ നോക്കി എന്നെ ബസ്സാണ്. AC ഇടൂല കേട്ടോ ഇവര്. എന്നാ എനിക്കറിയില്ല. ഇത് വോക്സ്വാഗന്റെ ഒരു വണ്ടിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അവള് ബീച്ചാറ്റ് പൈസ കൊടുത്തു. ദിസ് വൺ ഷെർലി പറഞ്ഞു ഇതാണ് നമുക്ക് കാണേണ്ടതെന്നാ പറഞ്ഞത്. രാജേഷ് ഭയ്യ, അതാ അതിൻ്റെ ഒന്നും നമ്മുടെ ഇരിപ്പില്ലല്ലോ. ഒന്ന് നോക്കിയേ, ഒന്നുമില്ലല്ലോ. ലിവി കൈ കൊടുത്ത് വന്നു കേട്ടോ. ഈ കാണുന്ന മ്യൂസിയം കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് കയറിയെങ്കിലും മനസ്സിലാവുള്ളൂ കേട്ടോ. ചപ്പൽ സമ്മതിക്കില്ല കേട്ടോ. ഷൂ ഇട്ട് വരാൻ പറ്റുള്ളൂ. എല്ലാവരും ഷൂ കേട്ടോ. ഫുൾ ആൽമി ഷൂ. പൂമ കാ ഷൂ है ना, एक बार अच्छे से बोलो. ഞങ്ങൾ അണ്ടർ ആർമർ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഫീല പൂമ. ഇങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങിനൊടുവിൽ നമ്മളങ്ങനെ അകത്ത് കയറി കേട്ടോ. ഉള്ളിൽ ക്യാമറ വീഡിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതും കലാശ്. പല സ്ഥലത്തും ഇങ്ങനെയാണ് അവസ്ഥ. സിഗരറ്റ് ഉണ്ടായിരുന്നു, ഒരു ടിഷ്യൂ ഉണ്ടായിരുന്നു. വീണ്ടും ഞാനിങ്ങനെ തുണിയൊക്കെ പോയി കാണിച്ചു കൊള്ളാൻ പറഞ്ഞു. 2 ലൈറ്റർ ഗോവിന്ദ. ദീദി ഷിങ്ചാങ് മ്യൂസിയം. ഞങ്ങൾ ഷിങ്ചാങ് മ്യൂസിയത്തിലേക്കാട്ടോ പോകുന്നത്. ഫൈനലി ഞങ്ങൾ നേരെ എൻട്രി ചെയ്തിട്ട് കേട്ടോ. 5 സ്റ്റാർ ഹോട്ടൽ പോലെ കേട്ടോ. നോക്കിയാൽ ലോബിയൊക്കെ ആയിട്ട് സൂപ്പർ. ഷെർലി ആദ്യം തന്നെ കയറിയെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. എസ്കവേറ്റർ കയറിയാണ് ഞങ്ങൾ വന്നാക്കുന്നത്. എന്താണോ 5 സ്റ്റാർ ഹോട്ടലിലെ ലോബി തോറ്റു കേട്ടോ. സെറ്റപ്പാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇതൊരു മമ്മി, വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു മമ്മിയായിട്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്തെ മറ്റേ ഇതില്ലേ ബ്രിട്ടീഷുകാരേത് അന്നപ്പോൾ ഉള്ള മമ്മിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പഴയകാല ചൈനീസ് സംഭവങ്ങളും. ഇല്ല ഇത് ഒട്ടോമൻ തുർക്കി കാലഘട്ടം അങ്ങനെ എന്തോ സെറ്റപ്പാട്ടോ. അന്ന് അവർ ഉപയോഗിച്ച ക്ലോത്ത് സംഭവങ്ങൾ അങ്ങനെയുള്ള സാധനം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ആർട്ടിഡിയൻ അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവിടെ എന്ന് വെച്ചാൽ ചൈനയിൽ ഇവർ പറയുന്ന സംഭവമുണ്ട്. സ്കാനർ അടിക്കുവാണെങ്കിൽ ഇതൊരു സ്ത്രീയുടെ മമ്മിയാണ്. അതാന്ന് തോന്നുന്നു മുഖം. ഫ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പ്ലീസ് ഡു നോട്ട് യൂസ് ഫ്ലാഷിംഗ് ലൈറ്റ്. ഇല്ല എൻ്റെ പൊന്നെ. ഇതേ പിന്നെ ചില സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. പ്ലീസ് ഡു നോട്ട് ടച്ച്. ഇതെല്ലാം മൃഗശരീരങ്ങൾ, അതുപോലെയുള്ള അവരുപയോഗിച്ച ഡ്രസ്സുകൾ, തലയിൽ തൂവല്, അമ്പ്, ചാക്ക്, തലയോട്ടികൾ. ഈ ചാക്ക് കണ്ടിട്ട് പുതിയതുപോലെ ഇരിക്കും. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഒരു വലിയ മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ഇവന് മുടി താടി പോലും ഇത്രയും കൊല്ലമായിട്ട് പോയിട്ടില്ല. ഇവനെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. ക്ലൈമറ്റ് തണുപ്പില്ലേ, തണുപ്പ് മനുഷ്യ ശരീരം പോവില്ലല്ലോ. എൻ്റെ പൊന്നെ. ഇതേ അടുത്ത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ സെറ്റപ്പ് മ്യൂസിയം കേട്ടോ. ഇതൊരു ചേച്ചി പുള്ളിക്കാരിയുടെയാ. ഇതിന്റെ മുടിയൊന്നും പോയിട്ടില്ല. ആരോട് ചോദിക്കും. പഴയ രീതി റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും മനുഷ്യൻ പോലെ കേട്ടോ. അതാ तुर्पान और हामी का जो रास्ता है ना, उसमें मैक्सिमम नंबर ऑफ बॉडीज निकला है पूरा रीजन में. सबसे ज़्यादा ये एरिया में बॉडीज निकला. 3200 ईयर्स के पहले से 1700 ईयर्स तक बॉडीज. और हर एक बॉडी का अलग अलग स्पेशलिटी था. अच्छा. जिससे ये लोग को पता चला कि भाई क्या कपड़ा पहनता था, क्या खाना खाता था, वो सब. तो वो बॉडीज में से थोड़ा बॉडीज को प्रिजर्व करके लाके यहाँ रखा. ഇതൊക്കെ നേരത്തെ കണ്ട ബോഡികളൊക്കെ ഇല്ല. അതൊക്കെ ഒറിജിനൽ ബോഡികളാട്ടോ. എപ്പോഴും സൂക്ഷിച്ചേക്കണം.
आप इजिप्ट गए हैं? हाँ इजिप्ट हाँ इजिप्ट में भी मम्मी बोलता है ना, हाँ पुराना बॉडी को मम्मी बोलता है। तो इजिप्ट में भी क्या है, वो केमिकल्स वगैरह रख के उसको कपड़ा से बांध के रखे सो है। अच्छा यहाँ पे ओपन है, ऑयल में Oil में. ऑयल में Oil, salt water, Some- saline water. और यहाँ पे जो है ना, हाँ। ये ओपन बॉडी है, ऐसा नहीं दिखेगा। पिरामिड में भी नहीं दिखेगा, अच्छा पिरामिड में भी क्लोज्ड है बॉडी। ഓ ഇതേപോലെയൊക്കെ ആയിരിക്കും ലിപി ദേ ഇതിവിടെ അടുത്ത് കാണട്ടെ ഒരു ബോഡി ദേ ഇവിടെ അടുത്ത് കാണാം. ഒരു ചെവി വെച്ച എന്താ സാധനം കേട്ടോണ്ടിരിക്കും. നോക്കി കാലൊക്കെ നോക്കി. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന അതിൻ്റെ സംഭവങ്ങളാട്ടോ. 100 വർഷത്തെ അതാണ് ഈ സംഭവം. ഫുള്ള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സംഭവങ്ങളാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചേക്കുന്നുണ്ട്. ഇത് ഇതൊക്കെയാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. 100 വർഷമായി പീപ്പിൾ ലിബറേഷൻ ഓഫ് പീപ്പിൾ ലിബറേഷൻ പാർട്ടി ഓഫ് ചൈന എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതേ 921 തുടങ്ങി ഇപ്പം 100 വർഷമായി. 100 വർഷമായി. കഴിച്ച് നോക്കൂ. അതിൻ്റെ സംഭവങ്ങളാട്ടോ കാണുന്നത്. ഇത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചൈനയുടെ ഇതാന്ന് തോന്നാ മറ്റേ മാവോയുടെ ആ സംഭവം. ഇവരുടെ മെയിൻ ബിൽഡിംഗ് ആട്ടോ കാണുന്നത്, ഫ്രണ്ടിൽ കാണുന്നത്. ഇവരുടെ പരേഡൊക്കെ നടക്കുന്നത്. ചൈനയുടെ ടെക്നോളജി, ചൈനയുടെ സംവിധാനങ്ങൾ, അന്നത്തെ രീതികൾ നോക്കൂ. നമ്മുടെ ഇതുണ്ട് ഇവിടെയൊക്കെ ചൈനീസ് ഷീ ജിൻപിങ്ങും പിള്ളേരുമായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അവരുടെ യുദ്ധവിമാനങ്ങൾ, അവരുടെ ഫ്ലൈറ്റുകൾ, പിന്നെ അവരുടെ ഓരോ ടെക്നോളജികൾ, തുറമുഖങ്ങൾ, ഈ സംഭവങ്ങളൊക്കെയാണ്. ഹൈവേ, അങ്ങനെയുള്ള അവരുടെ വികസനങ്ങളും അവരുടെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അവരുപയോഗിച്ച എക്യുപ്മെൻറ്റ്സ്, അവരുടെ പഴയ പിസ്റ്റലുകൾ, പണ്ടത്തെ AK-47 പോലത്തെ സാധനം കേട്ടോ. ഇതൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ ടൈമിലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പഴയ കാലത്ത് ഇവർ ഉപയോഗിച്ച ജീപ്പ് എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു കേട്ടോ. യുദ്ധസമയങ്ങളിൽ ഉപയോഗിച്ചു. പിന്നെ ഇവരുടെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പഴയ ഷെല്ലുകൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കാം, വെടിയുണ്ട. എന്നാൽ ഇവരുടെ പഴയ ചൈനയെ ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതാണ് സംഭവം കേട്ടോ. ഇഷ്ടം പോലെ ആണ്. ഇതേ ജീപ്പ്, പഴയ ജീപ്പ്. എത്ര പഴയതാണെന്ന് നോക്കിയേ. ഇത് കാറ്റ് കയറായിരിക്കാം ഫ്രണ്ട് വണ്ടി. ഇതൊക്കെ ചെയ്താൽ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ടൈപ്പ് സാധനമെന്ന് നോക്കിയേ. ഫസ്റ്റ് സെറിമണിയാണ്, മിലിറ്ററി സെറിമണി. ഇതാണ് മാവോ. ഇതാണ് എന്നോട് ഷെയർലി പറഞ്ഞു തന്നെ കേട്ടോ. ഇത് തന്നെ പുള്ളിയാണ് മൊത്തത്തിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരോട് അവസാനം ഒരുപാട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാണ് പുള്ളിക്കാരെ കൊണ്ട് കാണിച്ചതാണ് കേട്ടോ. പണ്ട് ഉപയോഗിച്ച ആ വണ്ടി അതാണ് ഈ കാണുന്നത്. ആ വണ്ടി എനിക്ക് ജീപ്പിന്റെ വില്ലീസിനെ കണ്ട വണ്ടിയാണല്ലേ. ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ ട്രൈപ്പോഡ് പോലും ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങളാദ്യം പോയി ഞങ്ങളുടെ ലൈറ്റർ മേടിക്കട്ടെ. 10 രൂപ ഉള്ളെങ്കിലും സാധനം മേടിക്കണ്ടേ, എങ്കിലല്ലേ കത്തിക്കാൻ പറ്റൂ ഗൈസ്. അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം അങ്ങനത്തെ സ്ഥലം ജന്മത്തിൽ കണ്ടിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ ഏത് 2 സ്ഥലം കൂടെ ഉണ്ടെന്നാണ് ഷെർലി പറഞ്ഞത്. അതുകൊണ്ട് കണ്ടിട്ട് പോയി കഞ്ഞി വെക്കട്ടെ കേട്ടോ. എനിക്ക് കഞ്ഞി വായിച്ചെന്നൊക്കെ ആളി. ഞങ്ങളൊരു സാധനം കഴിക്കില്ല. KFC ഒക്കെ മടുത്തു കേട്ടോ. KFC ഒന്നും നടക്കൂല. വയറ് ഇങ്ങനെ ചാടി വന്ന ഞാൻ എൻ്റെ വയറ് മെലിഞ്ഞ് തൊലിഞ്ഞു പോയി ഞങ്ങള്. ഞങ്ങളുടെ 2 ലൈറ്റർ പോയി. ഞങ്ങൾക്ക് ഒരെണ്ണം ഓരോരുത്തർ കിട്ടി, ഒരെണ്ണം വേറെ കിട്ടി കേട്ടോ. എന്തായാലും കിട്ടി തന്നെ, 2 കിട്ടിയില്ലേ. ഇതിന്റെ ഉത്തരവാണ് കരയുന്ന കൊച്ചിന്. ഞങ്ങളോട് പോയി ചോദിച്ചു കൊടുത്തു. അതെ, അടുത്ത് പോകുന്നത് പ്ലാസ. ആ ഗൈസ്, പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇവിടെ നിന്ന് ടാക്സി കിട്ടണം, എന്നാലും ഇനി പോകാൻ പറ്റുള്ളൂ കേട്ടോ. നേരെ പോകാം കേട്ടോ. ഒരു ടീമിന് വണ്ടി കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടണം. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത വണ്ടിക്ക് പോവാം കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ടാക്സി കിട്ടി. Hold on. This boy wants to take photo. ഓ ഫോട്ടോ കം. Okay, come. ഓക്കെ, പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോ എടുക്കണമെന്ന്. ഫോട്ടോ എടുക്കട്ടെ ഡോർ കൊടുത്തിട്ട്. ടാക്സിയിൽ കയറട്ടെ. ഓരോ ബിൽഡിങ് നോക്കി, എന്നാ ബിൽഡിങ് അറിയാമോ? ആ ഗൈസ്, ബിൽഡിങ്ങുകളാട്ടോ. എൻ്റെ പൊന്നെ, കൺസ്ട്രക്ഷൻ ലെവൽ വേറെ ലെവലാട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റുകളാണെന്ന് തോന്നുന്നു ആൾക്കാർ താമസിക്കുന്നത്. എന്നാലും ഇനി വൃത്തിയുണ്ട് കേട്ടോ. നിങ്ങൾ ടാക്സി ഇറങ്ങി ഇവിടുന്ന് എവിടുന്നോ പോയി കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് കേട്ടോ. സെലാറിയോ അല്ല, സിയാസ്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ നേരെ പോവാണ്. ഏതൊരു വലിയ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടാട്ടോ പോകുന്നത്. ഇവിടെ ഒരു കിടിലം പള്ളിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചൈന വന്നിട്ട് ഒരു മുസ്ലിം പള്ളി കാണുന്നത്. ഗൈസ് നോക്കൂ, ഇവിടെ ഇഷ്ടംപോലെ പള്ളികളുണ്ട്. ഈ കാണുന്ന ഇവിടെ ആട്ടോ നമുക്ക് എൻട്രി ഉണ്ട്. ഇവിടെ എല്ലാം ഫുള്ള് പട്ടാളം കേട്ടോ. എന്തോരം പട്ടാളം എന്നുണ്ട്. എല്ലായിടത്തും ചെക്കിങ് കഴിയാതെ കയറ്റി വിടില്ല കേട്ടോ. ആ വലിയ പള്ളി കേട്ടോ, വലിയ കിടിലം പള്ളി, 1.5 പള്ളി കേട്ടോ. ഫൈനലി മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. എന്നെ ലിവിനെയും പിടിച്ചോണ്ട് കേട്ടോ പോലീസ്. എന്നിട്ട് ഭയങ്കര ചെക്കിങ് ആയിരുന്നു. എന്നാ
താടി കണ്ടിട്ട്. എന്നെ ലിവിനെ പിടിച്ചോണ്ട് കേട്ടോ, താടിയുള്ളതുകൊണ്ട് കൊണ്ടുപോയി. അതിൻ്റെ അവിടെ ഇട്ട് ഭയങ്കര ചെക്കിങ് ആയിരുന്നു. ഞങ്ങൾ വലിയ ഇതിനൊന്നും നിന്നില്ല കേട്ടോ, ഞങ്ങൾ വളരെ കലിപ്പോടെ നിന്നു. അപ്പം വിട്ടു. ഇതിങ്ങനെ കിടക്കും കേട്ടോ. ഇത് കുറേ സ്ഥലത്തോട്ടുണ്ട്. ഇവിടെയൊക്കെ വമ്പൻ സെറ്റപ്പ് കേട്ടോ, വേറെ മൂഡ് സ്ഥലം. എന്തൊരു വൃത്തിയാടാ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലേ യൂറോപ്പിലൊക്കെ പോയൊരു ഫീലിംഗ് ഇന്നുവരെ ഞാൻ പോയിട്ടില്ല. അതേപോലെ തന്നെ ഒരു പോകുന്നു. അടുത്ത ദിവസം ഞങ്ങൾ പോകും. വേർ ഇസ് ദ വേ ഷെർലി? വേർ ഇസ് ദ വേ? ഓക്കെ, ദിസ് ഈസ് ദ വേ. ഇത് പള്ളിയല്ല കേട്ടാ, ഇതിന്റെ ഉള്ളിൽ മൊത്തം കടയാ. എനിക്ക് തോന്നുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കടയും ഒരു സൈഡ് പള്ളിയാന്ന് എനിക്ക് പള്ളിയുടെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ, ചന്ദ്രക്കൊല്ലം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടുന്ന് നോക്കാൻ നേരത്ത് കടയാട്ടോ കാണുന്നത്. നമുക്ക് കയറി നോക്കാം. ഉള്ളിൽ എന്നാന്ന് നോക്കട്ടെ കേട്ടോ. അതേടെ പിന്നെ പള്ളിയല്ല, ഇത് ഫുള്ള് കച്ചവട സ്ഥാപനങ്ങളാട്ടോ. എനിക്കൊന്ന് ഇത് പഴയ പള്ളിയെങ്ങാനും ആയിരുന്നു കാണാം. പിന്നെ ഇത് എനിക്കറിയില്ല കേട്ടോ, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. ഇത് സാധനങ്ങൾ വിൽക്കുന്ന ഏരിയ ആന്നേ. ഇവിടെ ഫുള്ള് കച്ചവട സ്ഥാപനങ്ങളാട്ടോ. ഇത് ഫുള്ള് കച്ചവട സ്ഥാപനങ്ങളാണ്. ഉണ്ടല്ലോ പാകിസ്ഥാൻ റൊട്ടി ഉണ്ട് കേട്ടോ. ഇത് വലിയ സ്ട്രീറ്റ് അങ്ങ് നീണ്ടു കിടക്കും കേട്ടോ. ഇങ്ങോട്ടാണ് നമുക്ക് നടന്ന് പോകേണ്ടത്. ഇതേ പാകിസ്ഥാൻ റൊട്ടി. ആഹാ, പാകിസ്ഥാൻ റൊട്ടിയാണോ ഇവിടുത്തെ റൊട്ടിയാണോ? ടർക്കിഷ് ടൈപ്പാ. ടർക്കിഷ് ടൈപ്പാട്ടോ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണേ. ബിയർ. ഈ കുടത്തിൻ്റെ അകത്തിരിക്കുന്ന ബിയറാട്ടോ. നമ്മൾ മദ്യത്തിന്റെ പരിപാടി മാത്രമല്ല, പോയാക്കല്ലേ പിന്നെ നമുക്ക് പറ്റിയ പരിപാടി അല്ലത്. ജീവിതം കോഞ്ഞാണ്ടിയാക്കുന്ന പരിപാടിയാട്ടോ. ഇത് നൈറ്റ് ആവുമ്പത്തേനും ഭയങ്കരമായിട്ട് ഡാൻസ് ഇവിടെയൊക്കെ വമ്പൻ നൈറ്റ് പരിപാടികളും സംഭവങ്ങളൊക്കെ ഉള്ള കിഡ്ലിൻ ഏരിയ. വേർ ഈസ് ദ ക്ലോത്തിങ് ഏരിയ ഷെർലി? ക്ലോത്ത് പമ്പരം കിടക്കുന്ന ചേട്ടന്മാരാട്ടോ. ഈ സംബന്ധിച്ചാൽ ഇത് ചൈനീസ് കൾച്ചർ അല്ല കേട്ടോ, സംഭവം ഉറപ്പാ. ഇത് പേർഷ്യൻ ഒട്ടോമാൻ ആ ഒരു കൾച്ചർ രീതി. ഇവിടുത്തെ ഈ പാത്രങ്ങൾ സംഭവങ്ങൾ ഇതൊക്കെ കാണാൻ നേരത്തെ അറിയാം കേട്ടോ. അവിടെ നല്ല ഫുഡ് കിട്ടും. അപ്പം പക്ഷെ അതൊന്നും കാണുന്നില്ല. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണം. എല്ലാം ഷോപ്പിംഗ് ഏരിയകളാട്ടോ. എല്ലാം ബിയർ ആയതുകൊണ്ടോ, ഇതൊക്കെ ഓരോ ടൈപ്പ് ബിയറുകൾ കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഇത് കൂൾ ഡ്രിങ്ക്സാ, പാഷൻ ഫ്രൂട്ട്. ഇവിടെ വെടി വെക്കാൻ ഒരു പുള്ളി റെഡിയാ നിൽക്കുക കേട്ടോ. പൊട്ടിച്ചടാ, ഭയങ്കര ഷൂട്ട് ഔട്ടർ കേട്ടോ. വെടി വേണേ വെച്ചോ. ഞാൻ വെടി വെക്കുന്നില്ല, എനിക്ക് വെടി വെക്കണ്ട. ഇതേ വെടി വെക്കുന്നു. ഇവിടെ കറക്റ്റ് പൊട്ടിച്ചടാ. ഷാർപ്പ് ഷൂട്ടർ. ഓ ഷെയിം പപ്പി ഷെയിം. വാ നമുക്ക് പോവാ, നാണക്കേട്. വില പോവും വെടി വെച്ചാ. വാ ഷെർലി വാ, വെടിവെപ്പ് നമുക്ക് വേണ്ട. കമാൻ. എന്റെ അമ്മോ, പണി പാളിയാനെ. അവൻ വെച്ച വെടി കണ്ടോ നീ? എല്ലാം തകർത്ത് കളഞ്ഞു. ദിസ് വൺ ഈസ് ഓക്കെ ഷെർലി. റിംഗ് യു നോ വാട്ട് ഈസ് ദിസ് ബേബി ഗെയിം? കം, ഐ എം എ ജെന്റിൽമാൻ. ഒരു ചിക്കനെ തൂക്കിയിട്ടാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഫുഡിന്റെ ഏരിയ എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഇത് അവിടെയൊക്കെ ട്രഡീഷണൽ ഐസ് ജ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ ഒന്ന് നടന്നു നോക്കട്ടെ. ഇത് മാർക്കറ്റ്. ഇത് രാത്രിയിൽ ഓപ്പണോ? ഇത് നൂഡിൽസ്. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് ഡിഷ് അല്ല കേട്ടോ ഇവിടുത്തെ യഥാർത്ഥ ചൈനീസ് ഡിഷ്. ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റിയല്ല. പഴയ ഒരു ഇത് പേപ്പർ റെക്കോർഡർ. ഏത് കമ്പനിയാ? ഏതോ ചൈനീസ് കമ്പനി കേട്ടോ. FD. ഇതന്നെ ഇത്. ഇതന്നെ സാധനം. വേദനയ്ക്ക് കേൾക്കുന്ന മരുന്നുകളാ. ഇത് പള്ളിയാട്ടോ, 100% ഉറപ്പാണ്. ഇത് പള്ളിയാട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതേ ഗൈസ് നോക്കൂ, ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ഞങ്ങളെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുവാണ്. ഗൈസ് നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇടുന്ന പോലത്തെ തൊപ്പി അല്ല കേട്ടോ ഇവിടെ ഉള്ളവരിടുന്നത്. ഇവിടെയുള്ളവരുടെ തൊപ്പിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു കോണ് പോലെ, 5 കോണ് ഇങ്ങനെ ഒരു ചെറിയ ഇതുപോലെ ഉണ്ട് കേട്ടോ. കൊതുക് തിരി വിൽക്കുന്നതാടാ. കൊതുകിനെ പിടിക്കുന്ന സാധനം. ഷെയറിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് ഒന്ന് മിങ്കിൾ ചെയ്യാൻ പോയതാട്ടോ. ലിവിന്റെ രണ്ട് കഷത്തി ഇതും ഞാൻ അല്പനേരത്തേക്ക് കവിയായിട്ടോ. അതെ, കവി എബിൻ.
ഞാൻ എഴുതിയ പാട്ടുകളൊന്നും പുറത്ത് കേൾക്കാൻ കൊള്ളൂല, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഹിയർ അതെ ഹിയർ ഓൾസോ സോ മെനി ഐറ്റംസ്. തന്നന്നം നാനാനെ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ തന്നന്നം നാനാനെ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ തന്നന്നം നാനാനെ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ അനുദിനമെന്നും തേടുന്ന പുതുവഴിയെല്ലാം കാണുന്ന ചങ്ങാത്തങ്ങൾ നെഞ്ചിൽ ചേർക്കുന്നേ പല മുഖമെല്ലാം കാണുമ്പോൾ പലവിധമെല്ലാം ചൊല്ലുന്നേ ഞങ്ങൾക്കെന്നും കൂട്ടായി മാറുന്നേ അതിരില്ല സ്നേഹം മെല്ലെ നമ്മിൽ ചേരുമ്പോൾ കാണുന്നൊരു ലോകം തേടി മെല്ലെ പോകുന്നേ ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടിയെടുക്കുമ്പോൾ ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ തന്നന്നം നാനാനേ നാനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം ഇവിടെ എന്തോ പരിപാടി നടക്കോട്ടെ എന്നാന്നുള്ള എനിക്ക് അറിയത്തില്ല. എന്നാ സംഭവം ലിവിനെ ഞാൻ ഇവിടെ എത്തി. അവരങ്ങ് പോയി. ഇനി ഇവിടെയാണ് പരിപാടി കേട്ടോ. അവരങ്ങ് നടന്നുപോയി. പുല്ല് വാ പോവാം. എന്തൊക്കെയോ പ്രതീക്ഷ വാ ഷേർലി. നടന്നില്ല ഒന്നും. വാ ഒത്തില്ല ഒന്നും ഒത്തില്ല. നേരത്തെ എന്റെ സ്ഥലത്തു നിന്ന് ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ഞാൻ മേടിച്ചെടുത്തു കേട്ടോ. നല്ലതാണ്, നല്ല സാധനം. ക്യാമലിൻ്റെ അവള് തരാന്നാ പറഞ്ഞത്. തന്നില്ലേ ഉണ്ടല്ലോ, മേടിക്കുമോ കണ്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്നാ അവിടെയാട്ടോ നമ്മൾ നിന്നത്. ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും ചെറിയ പൈസക്ക് കിട്ടുന്നൊരു കടയാണ്. ജ്യൂസ് ഐസ്ക്രീം സാധനങ്ങളാണ്. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് മേടിക്കട്ടെ. നീ എന്നാടല്ലോ ഇങ്ങനെ ലോറിയോ ലഗേജ് ലോറിയോ ട്രക്കാണോ? ദിസ് ഇസ് നോട്ട് ഒറിജിനൽ. ഇതെന്താ ബൊക്കയോ കിക്കയോ ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒറിജിനൽ ഒന്നും അല്ല. ഗൈസ് ഒരു ജ്യൂസ് മേടിച്ചോ, വായു വെക്കാൻ കൊള്ളില്ല കേട്ടോ. പിന്നെ അവള് കുടിച്ചിട്ട് കാണിക്കും. ഞങ്ങൾ വേറെ വകുപ്പൊന്നുമില്ല. തന്നെ ഇന്ത്യ പോലൊക്കെ തന്നെയാണല്ലോ കലമാടാ. വായു വെക്കാൻ കൊള്ളില്ല, ഗതികേടാ കേട്ടോ. वेरी गुड टेस्ट इस वेरी डिफरेंट. मीठा ज़्यादा है, सब कुछ ज़्यादा है. वाओ പപ്പുവിൻ്റെ ടയേർഡ് പോയിട്ടോ. സ്ട്രീറ്റിലേക്ക് പോകാട്ടോ. ഇത് അണ്ടർഗ്രൗണ്ട് ആണ്. ചൈനയിൽ എല്ലായിടത്തും ഉണ്ട്. അതായത് ഹൈവേയുടെ അടിയിൽ കൂടെയുള്ള അണ്ടർഗ്രൗണ്ട് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നടന്നു പോകാൻ വേണ്ടി പണപ്പായിട്ട് ഇവിടെ പോകാൻ നേരത്ത്. പഴയ കടകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നില്ലടാ. ഒടുക്കത്ത് തണുപ്പ് കേട്ടോ. എന്തൊരു കൂളിങ്ങാ. പാലിൻ്റെ അകത്തുനിന്ന് നെയ്യ് വെച്ചെടുക്കുന്ന കേട്ടോ. അത് തന്നെ
എണ്ണ ഞങ്ങൾ നേരെ ഉണ്ടല്ലോ ഫുഡ് സ്ട്രീറ്റിലേക്ക് നടക്കുവാണ്. ഇവിടെയൊക്കെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ പാൻസ്, ഡ്രസ്സ്. ഭയങ്കര ചീപ്പാണല്ലോ, വെരി ചീപ്പർ. ക്വാളിറ്റി എത്ര ഉള്ളടാ? ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിലാട്ടോ വന്ന്. ഫുഡ് സ്ട്രീറ്റ് എത്തിയിരിക്കുകയാണ്. നല്ല ട്രഡീഷണൽ ഫുഡ്, അതായത് റൊട്ടി. ഇതാണ് ട്രഡീഷണൽ. ഇതന്നെ ഇത് ഇലക്കകത്ത് പൊതിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കറി വെക്കാൻ വേണ്ടി ബീഫ് മേടിക്കട്ടെ കേട്ടോ. നല്ല കിഡിലും ബീഫ് കിട്ടും. രാത്രിയിൽ കറി വെക്കാൻ ഒന്നുമില്ല. ദിസ് ഈസ് ഷെർലി ബീഫ്. ഐ വാണ്ട് വൺ ബീഫ്. ആണല്ലോ കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന പോത്തിറച്ചി അറുത്തിട്ട് ഇതേപോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് ഇതുണ്ട് ഇതേപോലത്തെ തന്തൂർ റൊട്ടിക്കകത്തോട്ടിടും. എന്നിട്ട് തന്തൂർ സാധനത്തിനകത്തോട്ടിടും. എന്നിട്ട് അവിടുന്ന് മേക്ക് ചെയ്തിട്ട് സാധനം തരും കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഷെർലി? Long tabak. ലോങ് തപ്പാക്ക് 3 രൂപ. റോസ്റ്റഡ് റോസ്റ്റഡ് ബീഫ് അങ്ങനെ എന്താ സാധനം. ഇവനെ ഊയ് ഇങ്ങനെ കയ്യിലിരിക്കും. ഞാൻ കഴിച്ചില്ലടാ. ഇങ്ങനെ ഓരോ പാക്കറ്റിലാക്കി തരാം, നമുക്ക് എവിടെയെങ്കിലും കഴിക്കാം. അടിപൊളി സാധനം. നീ അത് എവിടെയും ത്രോ ചെയ്യല്ലേ ഇവനെ? പൈസ നോക്കൂ. ഇത് കണ്ടോ കിട്ടില്ല സാധനം. മണം മണം അടിപൊളി. നല്ല പപ്സ് പോലെ. ഇതൊക്കെ റൊട്ടി ഈ സെയിം സാധനം കേട്ടോ. എല്ലാം തന്നെ ഇത് അരണയും അതുപോലെ സാധനങ്ങളാട്ടോ. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ. ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. അതായത് അറബിക് സ്റ്റൈൽ, അങ്ങനെ പറയാം, പേർഷ്യൻ അറബിക് സ്റ്റൈൽ ഫുഡ് കിട്ടുന്ന അതിമനോഹരമായ സാധനം കേട്ടോ. നല്ല കിട്ടിലും പപ്സിന്റെ ടേസ്റ്റ്. ലിവിന് ഇവിടെ മീറ്റ് ഷോപ്പ് ഉണ്ട്. സ്റ്റിംഗ് ബാങ്. ഓ ഇതാണ് സ്റ്റിംഗ് ബാങ് കേട്ടോ. അതൊക്കെ പോത്തായിരിക്കും കേട്ടോ. ഇതൊക്കെ ഓരോ ടൈപ്പ് ഫുഡാണ്. ഇത് ഏതൊക്കെ ടൈപ്പ് ഫുഡാന്ന് നോക്കിയേ. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിരിക്കുന്ന ചേച്ചിമാരാട്ടോ. ഇത് ചൈനയുടെ കസാക്കിസ്ഥാൻ ഭാഗമാട്ടോ. ഓക്കെ ദെൻ കമ്മിങ്. ഓക്കെ ഇത് കഴിക്കുകയല്ലോ പോത്ത്. അപ്പം പുള്ളി വേറെ ഉള്ള വെജ് അങ്ങനെയൊക്കെ ആയിരിക്കും കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഇതാട്ടോ. ഇവനെ ഇതൊക്കെ ഇവിടുത്തെ മീനാന്ന് തോന്നുന്നു. അതെ നല്ല കീട്ടിലും തണ്ണിമത്തം കേട്ടോ. താങ്ക് യു പാവന്റെ ഇവിടെ കൊണ്ട് ഇതൊക്കെ റൊട്ടി വയ്ക്കുന്ന സ്ഥലം കേട്ടോ. അടിപൊളിയാണല്ലോ. ഇത് നൈസായിട്ട് അവിടെ കൊണ്ട് കിട്ടും. എങ്ങനെണ്ടാ? മേടിക്കാൻ നന്നായി. എന്നാ നമുക്ക് ഇഷ്ടപ്പെടില്ല. എന്നാ ഉള്ളി വേറെ മിറ്റ. അത് തന്നെ പോത്ത്. രസമുണ്ടോ? പോത്തും പൊട്ടറ്റോയുവാ. ആണോ? പറ്റിച്ചതാ. പൊട്ടറ്റോ കുറിച്ചും പോത്ത് കുറവാ. കഴിച്ച് നോക്കി. ഇത് കഴിച്ച് നോക്കും പറയാട്ടോ എങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. ഞങ്ങളെ ആ പപ്പുവിന് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് വരാം കേട്ടോ. ഇതിനുള്ളിൽ പൊട്ടറ്റോയും ബീഫും കേട്ടോ. പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല. ബീഫും പൊട്ടറ്റോയും നടത്തി വെച്ചിരിക്കുന്നു. നെയ്യുടെ ഫ്ലേവർ കിട്ടും അല്ലേ? ഇതെല്ലാം ഫുഡിന്റെ ഏരിയ കേട്ടോ. നോക്കി എല്ലാം കോരിക്കാല് തൂങ്ങി കിടക്കുന്ന നോക്കി. ഇത് ഐസ്ക്രീം ഏരിയ കേട്ടോ. അതെ അതെ ബീഫാണ് ഏറ്റവും കൂടുതൽ. ഇതൊക്കെ എന്തോ സൈസ് സ്വീറ്റ് കേട്ടോ. ഇതെന്നാ സാധനം ഒന്നും അറിയില്ല. നമ്മൾ എങ്ങനെ കഴിക്കും? ഇത്രയും ഷെയറിൽ ഉണ്ടായിരുന്നു. അയാൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞ് അല്ലെ വെജ് വേണമെന്ന് പറഞ്ഞ് ഷെയറിൽ പോയി. ഷെയറിലിനെ കാണുന്നില്ല. ഞങ്ങളിതിലെങ്ങനെ നടക്കും കേട്ടോ. അതെ ഓരോ ടൈപ്പ് ബണ്ണ്, ഓരോ ടൈപ്പ് സാധനങ്ങളൊക്കെ ആട്ടോ. അതെ ഇഷ്ടം പോലെ ഫുഡാ. ഏതൊക്കെ ടൈപ്പാന്ന് നോക്കിയേ. ഹിന്ദുസ്ഥാൻ റൈസ് നോക്കൂ. പുള്ളി ഹിന്ദുസ്ഥാനാണെന്ന് ചോദിക്കുക കേട്ടോ. ഇതന്നെ ഇത് വെരി ഷെയർലി. ഇത് ഫിഷും ബീഫും ചിക്കനൊക്കെ ആട്ടോ. ഇത് വേറെ അറിയോ? മൽബറി വൈറ്റ് എന്തോന്നോ കേട്ടോ. ബ്ലാക്ക്ബെറി അങ്ങനത്തെ. അതിന് ഉച്ചാരണം മാറിയിട്ട് ഞാൻ തെറിയാക്കാൻ വയ്യ. ഞങ്ങളെ അവിടെ ഒരു ഫുഡ് കണ്ടുണ്ട്. വെള്ളം കൊണ്ട് പോവുക കേട്ടോ. അത് മട്ടനാണോ ബീഫാണോ എന്ന് അറിയണം. രണ്ടോണം ബാക്കി വരും. ഗൈസ് നോക്കൂ. ഇവിടുന്ന് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് പോകും. ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട്. അതിനുശേഷം നാളെ കഴിഞ്ഞാണ് ബോർഡർ കിടക്കുക. നാളെയും കൂടെ ഉണ്ട് സമയം. അപ്പം വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇന്ന് ഭക്ഷണം വെക്കണം. നാളെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇന്ന് രാത്രി വെച്ചാലേ നടക്കുള്ളൂ. കാരണം നാളെ ഹൈവേ കൂടെ പോകുന്നിടത്ത് ഇവിടുത്തെ ഭക്ഷണം കിട്ടുള്ളൂ. അത് നമുക്ക് പറ്റത്തില്ല. അതൊരു കാര്യം. അപ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷം വേണം ഞാൻ എനിക്ക് ലഭിക്കും ഭക്ഷണം വെക്കാൻ. അങ്ങനെ കുറച്ച് പരിപാടി. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഐസ്ക്രീം ഒക്കെ ഉണ്ട്. വൈ നോക്കൂ. ദിസ് വൺ ബീഫ്. ഓർഡർ ഗൈസ് നോക്ക്. പൈൻ്റെ ഞങ്ങൾ ഇവിടുന്ന് സാധനം കണ്ടുപിടിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഇതുണ്ട്. ഇതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട് കേട്ടോ. പെട്ട സാധനം എന്നാന്നുള്ളത് ഇപ്പൊ കഴിച്ചു നോക്കുന്നത് അറിയാം കേട്ടോ. കിട്ടിയ സാധനം അതേപോലെ പൊതിഞ്ഞു തരും. പോത്താട്ടോ സാധനം. What will saying this guy? What is saying? പിന്നെ ഇത്ര മുട്ട ഉള്ള ആളാണോ? എൻ്റെ വലിയ മുട്ടയാണല്ലോടാ. ഇതൊരു സാധനം ഇതാട്ടോ. റൊട്ടിയല്ല പരിപാടി.
റൊട്ടി എടുത്തിട്ട് ഇവിടുന്ന് പീസ് എടുക്കുക കേട്ടോ. അതെന്നാ ദൈവത്തിന് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല നെയ്യും മീറ്റും കേട്ടോ. കട്ട് ചെയ്ത് വെച്ച് തരുക. കഴിച്ചിട്ട് ഒരെണ്ണം കൂടെ പറയാല്ലേ പിന്നെ, അല്ല ഊമ്പിപ്പോ. 20 രൂപ. ഇൻസൈഡ് റെസ്റ്റോറൻറ്റിൽ മുടിഞ്ഞ തണുപ്പ് കേട്ടോ. കടയുടെ ഉള്ളിൽ ഭയങ്കര തണുപ്പും പുറത്ത് ഭയങ്കര ചൂടും. ഇൻസൈഡ് വാട്ട് ഈസ് ദിസ് ഈസ് സോ മെനി കൂളിംഗ്. കൂളർ ഓ AC. ഓ AC വെച്ചോണ്ട് കേട്ടോ, സോറി. ഇതാണ് സാധനം. ഇതെന്നാ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റൊട്ടി നെയ്ക്കകത്ത് മുക്കും. ഓക്കെ ഓക്കെ. പഞ്ചാബി പാകിസ്ഥാൻ റൊട്ടി പോലത്തെ സാധനം കേട്ടോ. നല്ല സോഫ്റ്റ്. ഇത് ഫുള്ള് ബീഫാട്ടോ. വേറെ മൂട് സാധനമാണ്. ഇത് ഒഴിക്കുന്നത് നോക്കണേ. ഒഴിച്ച് വേണേ ഒഴിച്ച് കുടിക്കുക. കാവ ടീ അതന്നെ കാവ വേണോ? സൂപ്പർ കേട്ടോ. നീ കഴിച്ചിട്ട് പിന്നെ അടിപൊളിയാ. കശ്മീർ ട്രൈ. എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. ടെസ്റ്റർ നോക്കണം. കിട്ടില്ല സാധനം എണ്ണ അതിട്ടിട്ട് പൊരിച്ചു റെക്കോർഡ്. നോ പ്രോബ്ലം. വെരി ഗുഡ് ഫുഡ്. ഗുഡ്. അവള് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാ നല്ല സാധനം. ഒരു മീറ്റും അങ്ങനത്തെ വേറെ മീറ്റല്ല മണ്ട. മസാല ഒരു രീതിയിലുള്ള മസാലയില്ല. അടിപൊളി സാധനം കേട്ടോ. ഇതാട്ടോ സാധനം. അടിപൊളി. പക്ഷെ എണ്ണ വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കസാഖിസ്ഥാൻ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാനൊക്കെ നല്ല ഫുഡ് കിട്ടും നമുക്ക്. പിന്നെ അവിടെ ഷവർമ്മ. അത് തുർക്കിയാ. റൈസ് നോക്കി. ഇതിന്റെ സ്റ്റിക്കി റൈസ് ആട്ടോ. സ്റ്റിക്കി റൈസ്. ഓ സ്റ്റിക്കി റൈസ്. കേട് ജാമ് ഐസിൻ്റെ അകത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇവക്കത് കഴിക്കണമെന്ന്. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് പറ്റില്ല, വല്ല പണിയും പണിയാലോ. ഇത്രയും നേരം വരെ ഞങ്ങൾ കറങ്ങി കിടന്നത് ഈ കാണുന്ന മാർക്കറ്റിലാണ്. അവസാനം ഞങ്ങൾക്ക് മീറ്റ് കിട്ടുന്നൊരു കട എത്തി. ഇവിടെ മുട്ടയും മീറ്റൊക്കെ ഒരുമിച്ചാണ്. താറാവിനെ കെട്ടിത്തൂക്കി കോഴിനെ കെട്ടിത്തൂക്കി കിട്ടും. ബീഫ് ഇതേപോലെ. അത് നല്ല ഒന്നാന്തരം ബീഫാട്ടല്ലോ. ഊമ്പിക്കൽ പ്രസ്ഥാനം ബീഫൊന്നും അല്ല, നല്ല ഒന്നാന്തരം. ഇതേ മുട്ട. Let me check the name. ഇതേ ഒട്ടകത്തിൻ്റെ ഒട്ടകം. അല്ല ഒട്ടകമല്ല, ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ Yeah, Otapachi. Yeah. You know ഒട്ടകപ്പക്ഷി? Yeah. This lady full I know. Oh, it is nice. നല്ല കിട്ടില്ല പീസാട്ടോ. കട്ടിങ് ഒക്കെ അപാര കട്ടിങ് ആട്ടോ. എനിക്ക് അത് കട്ട് ചെയ്ത് ലെവലാക്കി തരും. ഞങ്ങൾ 1 കിലോ മേടിച്ചതിനെ സംബന്ധിച്ച് വേസ്റ്റ് വരും. ആരെയാകുമ്പോൾ ഒരു വേസ്റ്റ് മേടിച്ചില്ല. ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും കഴിക്കാം, നാളെ ഉച്ചയ്ക്കും കഴിക്കാം. കാരണം നാളെ ലോങ് ഡ്രൈവ് ഉണ്ട്. കഴിച്ച് നോക്ക്, നാളെ ലോങ് ഡ്രൈവ് ആണ്. അപ്പം വേറെ ലോക്കൽ ഭക്ഷണം കഴിക്കേണ്ടി വരും. നമ്മൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ അത്ര പേടിക്കണ്ട കേട്ടോ. ഇത് മട്ടൺ കേട്ടോ. വേറെ ലിബിൻ എല്ലാം കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു കേട്ടോ. യു ലൈക്ക് ഇറ്റ്? ദിസ് വൺ ഈസ് ലൈക്ക് ഗുഡ് വൺ. ഓ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. എന്നാൽ കേഡ് റൈസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കി ഇതന്നെ, ഇത് മട്ടൻ്റെ കാല് ലെഗ് ഇതൊക്കെ ഇവിടെ ആൾക്കാർ മേടിക്കുമായിരിക്കും കേട്ടോ. ലൈക്ക് ഇറ്റ്? പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ട്രെയിൻ കയറി ഹോട്ടലിലേക്ക് പോകട്ടോ. അങ്ങനെ ചൈനയിലെ ആദ്യത്തെ ട്രെയിൻ കയറാനുള്ള ആഗ്രഹം കാരണം ഇതുവരെ അതെ. ഇവളുടെ അസിസ്റ്റന്റ് ആട്ടോ ഞങ്ങള്. ബോസ്, വാട്ട് വിൽ ഡു ബോസ്? യു ആർ മൈ ബോസ്. യുവർ ഹാൻഡ് ഈസ് ഹിയർ. ബോസ്, വാട്ട് വിൽ ഡു? ഞങ്ങൾ ആദ്യമായിട്ടാണ് പിന്നെ മെട്രോ കയറുന്നത്. കൊച്ചിയിലും കയറിയിട്ടില്ല, എവിടെയും കയറിയിട്ടില്ല കേട്ടോ. ഓ ഗൈസ്, ഇവിടെ ഉണ്ടല്ലോ ഈ ക്രോസ് ചെയ്യണേ. ഈ സംഭവം നോക്കിയിട്ടാണ് ക്രോസ് ചെയ്യണ്ടോ. ഇതാണ് ബ്ലൂബെറി കേട്ടോ. ഇതാണ് ബ്ലൂബെറി. ഷേർലി ദിസ് ഈസ് ദ ബ്ലൂബെറി. ആ അത് തന്നെ ബ്ലൂബെറി. ഇതാ ചെറി ബെറി. ആ ഇവിടെ വേറെ എന്താ പറയുന്നത് കേട്ടോ. ഒരു അമ്മച്ചി അവിടെ നിന്ന് ചോക്ലേറ്റ് കച്ചവടം കേട്ടോ. സിഗ്നൽ വീണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെ നോക്കിയേ. ആ ഗൈസ്, 1 മിനിറ്റ് കൊണ്ട് വരുന്ന ആൾക്കാരാട്ടോ ഇത് മൊത്തം. എന്തോരം ആൾക്കാരാണെന്നറിയാമോ? ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എൻ്റെ പൊന്നെ, ഇങ്ങോട്ടൊക്കെ നടക്കാൻ നേരത്തുണ്ടല്ലോ എന്തൊരു നീറ്റ്നെസ് ആണെന്നറിയാമോ? ആ അതായത് ടണല് സംഭവം കളം മൊത്തം മാറിയിട്ട് പുറത്ത് ഭയങ്കര തിരക്ക്. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രെയിന്. ഇതെന്തൊരു ലോകം. മറ്റേ
ഞായറാഴ്ച പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇറച്ചി മേടിച്ചോണ്ട് പോകുന്ന പോലെ ഞങ്ങൾ ഇറച്ചി. ഓക്കെ മാഡം, വാട്ട് വിൽ ഡു? ഐ എം ഷൂ പോളിഷിങ് എനിത്തിങ്. ഗൈസ് മാഡത്തിനെ കൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഒന്ന് തല കുനിച്ച് കൊടുത്താൽ ആളിപ്പം പിടിച്ചിട്ട് ഇടിക്കുക. ഓക്കെ മാഡം. എൻ്റെ അമ്മ തിരക്ക് നോക്കിയേ, താഴോട്ട് ഇറങ്ങി പോവാണ്. വീണ്ടും പിടിച്ചവരെ കൊണ്ട് ഗൈസ് ചെക്കിങ്, മാനുവൽ ചെക്കിങ് ആയിരുന്നു. 2 ലൈറ്റർ പോയി, ഇനി കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ലൈറ്റർ പിന്നെ മെട്രോ കയറാൻ പറ്റത്തില്ല. ഭയങ്കര AC ആട്ടോ അതിൻ്റെ അകത്ത്, ഭയങ്കര തണുപ്പാണ്. എൻ്റെ കുണ്ടിക്ക് പിടിച്ചെന്നേ ഒരു പുള്ളിക്കാരി എൻ്റെ എല്ലാം കഴിഞ്ഞ് വിട്ടാട്ടോ. എന്നിട്ട് ഒരടി. ഇവിടുന്നാണ് നമുക്ക് നേരെ ടിക്കറ്റ് എടുത്ത് പോകേണ്ട കേട്ടോ. ഇത് എന്നതാ ഇത്, ഇവൊക്കെ അറിയത്തുള്ളൂ ഇത് എവിടുന്ന് എങ്ങനെ എന്താണെന്നൊക്കെ ഉള്ളത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാട്ടോ ഷേർലി. ഗൈസ് ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റൂട്ടുകൾ. ഇത് കണ്ടോ. അപ്പോൾ അവക്കറിയാം ഇത് എവിടുന്ന് എങ്ങോട്ടാ എന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അറിയാട്ടോ ഇവിടുത്തെ. എടാ 2 UN 4 UN 5 UN 6 UN ഒക്കെ ഉള്ളൂ. ഭയങ്കര ലാഭമാണ്. സെലക്ട് ചെയ്യട്ടെ, ലൊക്കേഷൻ നോക്കിയാൽ സെലക്ട് ചെയ്യാം കേട്ടോ. ഗിമി യുവർ ടിക്കറ്റ്, ഷോ മീ യുവർ ടിക്കറ്റ്. ഗൈസ് 3 പേർക്ക് ടിക്കറ്റ് കിട്ടി. ഓക്കെ, താങ്ക് യു. ഇനി ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിൽ. ഭയങ്കര പൈസ. അപ്പോൾ ഒരാൾക്ക് 2 രൂപ അപ്രോക്സിമേറ്റ്. ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 22 രൂപ. ഒരാൾക്ക് 24 രൂപ വരും. 11 രൂപ. 1 രൂപ 11 രൂപ. 2 എത്രയായി? 22. കഥ പറഞ്ഞ കണക്ക് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ കഴിക്കില്ല. ഐസ് ഇവിടെ സ്കാൻ ചെയ്യണം. ഇവിടെ നിൽക്കണമെന്ന് കാണിക്കും. ആ ടിക്കറ്റ് ഇങ്ങോട്ടാ, അതുകൊണ്ടാ. ഓക്കെ, എല്ലാം സെൽഫ് സ്കാനിങ് സംവിധാനങ്ങളൊക്കെ ആട്ടോ. ഞായറാഴ്ച പള്ളി കഴിഞ്ഞിട്ട് ലീവ് പോയിട്ട് ഇറച്ചിയൊക്കെ മേടിച്ച് കപ്പയും കൂടെ വെച്ച് കഴിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. ടുഡേ ഐ എം സോ ഹാപ്പി ബട്ട് സോ മെനി പ്ലേസസ് ആൻഡ് ഈസ് വാച്ചിങ്. ഇറ്റ്സ് വെരി ബിഗ് സിറ്റി മിലിച്ചി. അതെ, ഇതന്നെ ഇത് ചില്ലടച്ച കൂടാരോ. ഇത് മെട്രോ വരുന്നതിന് നോക്കി വെക്കണം കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ പോകുന്നത്. ഇതാണ് മെട്രോ. അതായത് ഇവിടുത്തെ നമ്മൾ കേരളത്തിൽ കയറിയിട്ടില്ല. ഇവരോട് പറഞ്ഞൊന്ന് പൊക്കി വിടട്ടെ, നമ്മുടെ ഹോം ടൗണിലും ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചു. അവൾ വായിച്ചു 8 മിനിറ്റ്. വേർ ഈസ് വെയിറ്റിംഗ്. ഇരിക്കാനുള്ള ഒറ്റ സ്ഥലമില്ല കേട്ടോ, എല്ലാം ഫുൾ അത്യാവശ്യം തിരക്കാണ്. ദിസ് ഈസ് വെരി 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 കൺജസ്റ്റഡ് ഇൻസൈഡ്. കൺജസ്റ്റഡ്. ഒരു ട്രെയിൻ അവിടെ വന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ആൾക്കാർ ഈ പറയുന്ന അത്ര ഒന്നും ഇറങ്ങാമെന്നുള്ളത്. ഉണ്ട് കേട്ടോ, തിരക്കൊക്കെ ഉണ്ട്. ആണോ? ഗൈസ് നോക്കൂ, ഒരു ട്രെയിൻ വന്നു. കറക്റ്റ് കാൽക്കുലേഷൻ കേട്ടോ, അതിൻ്റെ കോഡിങ് കറക്റ്റാ ഗേറ്റിലാണ് വന്ന് നിൽക്കുന്നത്. അത് ദൈവമേ തിരക്ക് നോക്കി, ഒറ്റ സെക്കൻഡിൽ വന്നുകൂടിയ തിരക്ക്. ഇതൊരു തിരക്കാ. ആരും ഹായ്, എവിടെ ചെന്നാലും ഞങ്ങളുടെ അടുത്ത് ഫോട്ടോ എടുക്കും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഫോട്ടോ? Curiosity. Maybe, I don't know. Just want to take photo with you, influencer. ഗൈസ് അവിടെ ഞങ്ങളുടെ കുറേ പേര് ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. ഒന്നാമത് നമ്മുടെ ഈ പ്രാന്തം ലുക്കായിരിക്കും. അത് നമ്മുടെ ലുക്കായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇരട്ടായിട്ട് എടുത്ത് ഫോട്ടോ എടുക്കും. അങ്ങനെ അങ്ങോട്ട് നോക്കല്ലേ, ഇവനെ ക്ലാസ്സിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. രണ്ടെണ്ണോട് ഉമ്മ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ, പബ്ലിക്കായിട്ട്. ഒരു കുഴപ്പമില്ല. എന്ത് നല്ല ഭംഗി, ഇതൊക്കെ കാണാൻ പറ്റും. പരിപാടി അവിടെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പോകുന്ന ട്രെയിൻ എത്തി. അത്യാവശ്യം തിരക്കുണ്ട്, വലിയ തിരക്കില്ല. രണ്ടെണ്ണോടൊന്ന് ഉമ്മ വെപ്പോ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. എല്ലാ തിരക്കാണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതി. നല്ല തിരക്കുണ്ട് ഇവനെ. എനിക്ക് തോന്നുന്നത് ഈ ടൈം ആയിട്ട് 6 മിനിറ്റ് ലേറ്റ് ആണ് ഈ ട്രെയിൻ. ആണോ? 6 മിനിറ്റ് ലേറ്റ് ആണോ അല്ലെ 6 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ട്രെയിൻ ആണോ എന്ന് അറിയത്തില്ല. ഫൈനലി സാധനം ക്ലോസ് ചെയ്തു. ഞങ്ങൾ ഇവിടെ തന്നെ റൂം പിടിച്ചു കേട്ടോ. എല്ലായിടത്തും ഉമ്മവപ്പ. ഇവനെ എത്ര മനോഹരമായി. അങ്ങോട്ട് എടുക്കണ്ട, അവരെ നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. ഉമ്മ വെച്ച് പോകുന്നതിൻ്റെ അത് ഇതൊക്കെ ഇവിടുത്തെ സിമ്പിളാണ്. ഇതൊക്കെ ഇവിടുത്തെ രീതിയാന്ന് തോന്നുന്നു. ഇത് കഴിയുമ്പോൾ വേണം ഇവരോട് ചോദിക്കാൻ വേണ്ടി, ഇത് ഇവിടുത്തെ രീതിയാണോ എന്ന്. ഞാൻ ട്രെയിൻ എടുത്ത് ഇനി ഇറങ്ങുന്ന സ്ഥലത്ത് വെച്ച് കാണാം കേട്ടോ. ഇത് പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിനെ മേടിച്ച സമയം. സ്പീഡിൻ്റെ ഇരിക്കാൻ സ്ഥലം വേണ്ട. മെട്രോ എന്ന് വെച്ച് ഇതേപോലെ തന്നെ പരമാവധി ആളെ എടുക്കോ, സീറ്റ് കുറയ്ക്കോ. നോ ട്രെയിൻ. ദിസ് ഈസ് അണ്ടർഗ്രൗണ്ട് മെട്രോ ഷെർലി. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. എൻ്റെ അമ്മയെ തിരക്ക് നോക്കി. എന്നാടാ ലീവിന് അവള് പറഞ്ഞേ? അവള് റിച്ചാണ്. ഞങ്ങൾ റീച്ച് പോയി കേട്ടോ. ഗൈസ് ഫൈനലി ഇതിലെ മേളിൽ കയറി ഞങ്ങൾ ഹോട്ടലിൽ പോട്ടെ. ഇനി ഹോട്ടലിൽ വെച്ച് കാണാം കേട്ടോ, കാരണം എൻ്റെ സമയം പോയി എഡിറ്റ് ചെയ്യാനുള്ള. എവിടുന്നാന്ന് ചോദിച്ചു, ഇന്ത്യയിലെന്ന് പറഞ്ഞവർക്ക് ഭയങ്കര സന്തോഷമായി. ദിസ് ഈസ് ഷൈനിങ് ലേഡി.
ഗൈസ് അവർക്ക് ഭയങ്കര നാണോ കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചില്ലേ പണി കളയാണ്. ഗൈസ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാട്ടോ. നോക്കിയാൽ എന്തൊരു തിരക്കാന്ന് നോക്കിയാൽ ചൈനയിൽ. നല്ല തിരക്കാട്ടോ ഇവിടെ, എല്ലാ റോഡും ഫുള്ളാണ്. പക്ഷെ ഞങ്ങൾ സമയം പോയിട്ട് എഡിറ്റ് ചെയ്യണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ എത്തണം. എൻ്റെ വണ്ടി എടുത്ത് എഡിറ്റ് ചെയ്യാം. BYD ഉള്ളൂ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന മേളിലെ 2 നില ബിൽഡിംഗ് ആണ് പോലീസ് സ്റ്റേഷൻ. അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ട്. നടക്കാനുള്ള ഇത് കിട്ടി. നേരെ നടക്കുക. എന്തോ ആൾക്കാരാണ് നടന്നു വരുന്നതെന്ന് നോക്കി. ആളില്ലല്ലോ എന്ന്, വളരെ കുറവാണല്ലോ ഗൈസ്. ഇവിടെയൊക്കെ ഉള്ള ബസ്സുകളുണ്ടല്ലോ ആൾക്കാരെ കയറ്റാനായിട്ട് ഓടിക്കുന്ന കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കയറ്റിയിട്ടേ പോകത്തുള്ളൂ. ആൾക്കാരെ കാണുമ്പം വെച്ചലക്കി പോകത്തൊന്നുമില്ല കേട്ടോ. ഇവരൊക്കെ അങ്ങനെയാണ്. ഷെയറിൽ അങ്ങോട്ടോ പോയി ഞാനും അതിൻ്റെ പുറകെ പോയി. ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലല്ലോ. സ്ഥലം അറിയാമെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. സിഗ്നൽ ക്രോസിംഗ് ആട്ടോ. എൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ ഡോഗിനെ വളർത്തുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ടാക്സി കിട്ടില്ല. ഇവിടെ ഇങ്ങനെ കൈ കാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ അവിടുത്തെ ഡ്രൈവറിനൊക്കെ പ്രത്യേകത ഉണ്ടോടാ. പുള്ളിക്കാരൻ ഇവളോട് ചോദിച്ചോട്ടെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വരെ സംശയൻ്റെ അപ്പം തന്നെ സംശയം വരെ ക്ലിയർ ചെയ്തു. ഭാഗ്യം ഒരു ടാക്സി കിട്ടി കേട്ടോ. കയറട്ടെ, രക്ഷപ്പെട്ടു. ഇനി ഹോട്ടലിൽ ചെണ്ട് കാണാം കേട്ടോ. ഫൈനലി ഞങ്ങൾ ഹോട്ടലിലെത്തി. ഞങ്ങൾ ഭക്ഷണം വെപ്പും പരിപാടി ഇവിടെ തുടങ്ങി കേട്ടോ. കാരണം നാളെ ഹോട്ടലിൽ ഭക്ഷണം വേണം. അപ്പം ഇന്നേ ഭക്ഷണം വെച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. സായിപ്പൊക്കെ ഇവിടെ കയറി കിടന്നു. ഇത് സായിപ്പിൻ്റെ കൂടുതലുള്ള ഹിച്ചാക്കിൻ ടീമാട്ടോ. അവരിവിടെ ടെൻ്റ് അടിച്ചു. എവിടെ അന്ധകാരം നിശബ്ദത മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടുത്തെ സമയത്തിനായിരുന്നറിയോ? 11:30. 11:30 നീ നോക്കിയോ? നോക്കി 11:30 ആയതാ. ആണോ? ഗൈസ് ഓരോ പരിപാടികൾ ചെയ്ത് തീർക്കട്ടെ കേട്ടോ. ഫുഡ് ഉണ്ടാക്കണം, കറി വെക്കണം, അങ്ങനെയുള്ള പരിപാടിയുണ്ട്.